നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഓങ്കോളജി കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഭൂഗർഭ അറയിലേക്ക് വീണ് ഗുരുതര പരിക്കേറ്റ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഹെഡ് നഴ്സ് മരണപ്പെട്ടു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ദളിത് യുവാവ് തൂങ്ങി മരിച്ച കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. കുന്നംകുളം പാറേമ്പാടം താഴത്തെ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ഇലക്ട്രിക് ഓട്ടോറിക്ഷ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ഓങ്കോളജി കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഭൂഗർഭ അറയിലേക്ക് വീണ് ഗുരുതര പരിക്കേറ്റ തൃശൂർ ജില്ലാ ആശുപത്രിയിലെ ഹെഡ് നഴ്സ് മരണപ്പെട്ടു. ചാലക്കുടി സ്വദേശിനി TJ മിനിയാണ് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ മരണപ്പെട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരുന്നു അപകടം. ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനുള്ള പരിശോധനയ്ക്കെത്തിയ സംഘത്തിലെ അംഗമായിരുന്നു മിനി. ഓങ്കോളജി വിഭാഗത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലേക്കാണ് വീണത്. ഗുരുതര പരിക്കേറ്റ ഇവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ചികിത്സ നൽകി കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. OP ബ്ലോക്കിൽ പ്രവർത്തിച്ചിരുന്ന ഓങ്കോളജി വിഭാഗം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള പ്രവൃത്തികൾ നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ സംഘത്തിൽ മിനിയും ഉണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും അണ്ടർഗ്രൗണ്ടിലേക്ക് സാധനങ്ങൾ ഇറക്കുന്ന ഭാഗത്തു നിന്നാണ് 10 അടിയോളം താഴ്ചയിലേക്ക് മിനി വീണത്. മുറിയാണെന്ന് കരുതി ഈ ഭാഗത്തേക്ക് പ്രവേശിച്ച ഇവർ താഴേക്ക് പതിക്കുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ദളിത് യുവാവ് തൂങ്ങി മരിച്ച കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. പിതാവിന്റെ പരാതിയിൽ തൃശൂർ SC/ST കോടതിയാണ് ഉത്തരവിട്ടത്. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് യുവാവ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബത്തിന്റെ പരാതി. 2017 ജൂലൈ 17-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. തൃശൂർ ഏങ്ങണ്ടിയൂർ സ്വദേശി ചക്കാണ്ടൻ വിനായകനാണ് തൂങ്ങി മരിച്ചത്. സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടയിലാണ് 19 വയസ്സുകാരൻ വിനായകനെ പാവറട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീട്ടുകാരെത്തിയപ്പോഴാണ് വിട്ടയച്ചത്. പിറ്റേന്ന് രാവിലെ വിനായകനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ക്രൂരമായ മർദ്ദനമേറ്റെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതോടെ കുടുംബം മുഖ്യമന്ത്രിയെ സമീപിച്ചു. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ലോകായുക്തയിലും കുടുംബം പരാതി നൽകിയിരുന്നു. SC/ST ആക്ട് അനുസരിച്ച് കേസെടുക്കാത്തതിനെ ലോകായുക്ത രൂക്ഷമായി വിമർശിച്ചിരുന്നു. പിന്നീടാണ് ഈ വകുപ്പും ദേഹോപദ്രവം ഏൽപ്പിച്ചെന്ന വകുപ്പും ചുമത്തി കേസന്വേഷണം മാറ്റിയത്. പോലീസിന്റെ പീഡനത്തിൽ മനം നൊന്ത വിനായകൻ തൂങ്ങി മരിച്ചെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. കേസിൽ പോലീസുകാർ മർദ്ദിച്ചെന്ന് വ്യക്തമാക്കുന്ന ആദ്യ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് തൃശൂർ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പാവറട്ടി സ്റ്റേഷനിലെ പോലീസുകാരായ TP ശ്രീജിത്ത്, K സാജൻ എന്നിവർ ചേർന്ന് വിനായകനെ മർദ്ദിച്ചെന്ന കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. അന്യായമായി തടങ്കലിൽ വെച്ച് മർദ്ദിച്ചു, ഭീഷണിപ്പെടുത്തി, പട്ടികജാതി വർഗ അതിക്രമ നിരോധന നിയമം ലംഘിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. എന്നാൽ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരുന്നില്ല. ഇത് പോലീസുകാർക്ക് രക്ഷപ്പെടുന്നതിനുള്ള പഴുതാണെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട ഈ 2 പോലീസുകാരെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. കുന്നംകുളം പാറേമ്പാടം താഴത്തെ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ഇലക്ട്രിക് ഓട്ടോറിക്ഷ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികൻ ചാവക്കാട് പുന്ന സ്വദേശി കളത്തിൽ വീട്ടിൽ 27 വയസ്സുള്ള ഫയാസ്, ബൈക്ക് യാത്രികരായ മന്നലാംകുന്ന് പള്ളത്ത് വീട്ടിൽ 51 വയസ്സുള്ള അലി, മന്നലാംകുന്ന് സ്വദേശി കറുപ്പം വീട്ടിൽ 50 വയസ്സുള്ള മൊയ്തീൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 10:20-നായിരുന്നു അപകടം നടന്നത്. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയുടെ പുറകിലത്തെ ടയർ റോഡ് സൈഡിലെ കാനയ്ക്ക് മുകളിൽ ഇട്ടിരുന്ന സ്ലാബിന് മുകളിൽ കയറി നിയന്ത്രണം വിട്ട എതിർദിശയിൽ വരികയായിരുന്ന സ്കൂട്ടറിലും ബൈക്കിലും ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണ 3 പേർക്കും തലയ്ക്ക് പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടി നേതാവുമായ ഗുലാം നബി ആസാദ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. ഇന്ന് രാവിലെ 7 മണിയോടെയാണ് ഗുലാം നബി ആസാദ് കൊടുങ്ങല്ലൂരിലെത്തിയത്. ചേരമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ സലീം നദവി, മഹല്ല് സെക്രട്ടറി SA അബ്ദുൽ ഖയ്യൂം, വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. പള്ളിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രസംഗപീഠവും തൂക്കുവിളക്കും നോക്കിക്കണ്ട ഗുലാം നബി ആസാദ് നിസ്കാരം നിർവഹിച്ച ശേഷമാണ് മടങ്ങിയത്. കോൺഗ്രസ് താന്യം മണ്ഡലം നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
പ്രതിഷേധ സമരം നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP സജീവ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്റർ മുതൽ തൃപ്രയാർ കിഴക്കേനട വരെ ഏകദേശം 20ഓളം സ്ഥലങ്ങളിൽ ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡ് പൊളിച്ചത് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സെറാഫിക് കോൺവെന്റിന് സമീപമുള്ള വലിയ ഗർത്തങ്ങൾക്കരികിൽ സമാപിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ രാമൻ നമ്പൂതിരി, നിസാർ കുമ്മംകണ്ടത്ത് എന്നിവർ സംസാരിച്ചു. പ്രമോദ് കണിമംഗലത്ത്, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ലൂയിസ് താണിക്കൽ, പോൾ പുലിക്കോട്ടിൽ, ശിവജി കൈപ്പുള്ളി, ഷാഹിർ വലിയകത്ത്, വിൻസെന്റ് കുണ്ടുകുളങ്ങര, നാരായണൻ കാരയിൽ എന്നിവർ നേതൃത്വം നൽകി. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അപകടകരമായ ഗർത്തങ്ങളുള്ളത്. അപകട ഭീഷണി ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. വേറിട്ട പഠന പ്രവർത്തനങ്ങളിലൂടെയും ഭരണഘടനാ ആമുഖ പ്രചാരണത്തിലൂടെയും സംസ്ഥാനത്തിന് മാതൃകയായ വലപ്പാട് GDM LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സാംസ്കാരിക പ്രവർത്തകന്റെ ഉപഹാരം. ഹബീബ് വലപ്പാട് ഫൗണ്ടേഷൻ ചെയർമാൻ RA സക്കറി 1,00,000 രൂപ വിലമതിക്കുന്ന കളർ ലേസർ പ്രിന്റ് വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരമായി സമ്മാനിച്ചു. സ്കൂളിൽ നടത്തിവരുന്ന വേറിട്ട പഠന പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായാണ് പ്രത്യേക ഉപഹാരമായി പ്രിന്റ് അദ്ദേഹം സമ്മാനിച്ചത്. സ്കൂളിലെ 1-2 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ അറിവ് പുസ്തകങ്ങളുടെ പ്രകാശനവും RA സക്കറിയ നിർവഹിച്ചു. ഭരണഘടനയുടെ ആമുഖം മനഃപ്പാടമാക്കിയ LKG വിദ്യാർത്ഥി അതുൽ കൃഷ്ണ, ശ്രീബാല എന്നിവർക്കുള്ള ഉപഹാരവും മികച്ച കൈയക്ഷരങ്ങൾക്കുള്ള സമ്മാനവും അദ്ദേഹം വിതരണം ചെയ്തു. ഉപജില്ലാ കലോത്സവം, ശാസ്ത്രമേളകളിലെ വിജയികളുടെ ആശംസാ ചിത്രത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. പ്രധാനാധ്യാപകൻ CK ബിജോയ് അധ്യക്ഷത വഹിച്ചു. സീമ സക്കറിയ, റാഫി, RR സുബ്രഹ്മണ്യൻ, PM റഷീദ്, CB സുബിത എന്നിവർ സംബന്ധിച്ചു. കേരള TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാം ചേർപ്പ് മേഖലാ സമ്മേളനം ആനക്കല്ല് അവണ്ടിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. CEO സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M മൻസൂർ ഉദ്ഘാടനം ചെയ്തു. TV വിനോദ് കുമാർ നഗറിൽ നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് AG സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി K ബിജുകുമാർ പ്രവർത്തന റിപ്പോർട്ടും, മേഖലാ ട്രഷറർ KG സുധീർ സാമ്പത്തിക റിപ്പോർട്ടും, മേഖലാ ഓഡിറ്റർ റൂസ്വെൽറ്റ് റാഫേൽ ഓഡിറ്റ് റിപ്പോർട്ടും, ജില്ലാ സെക്രട്ടറി P ആന്റണി ജില്ലാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. COA ജനറൽ സെക്രട്ടറി KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സംസ്ഥാന സെക്രട്ടറി PB സുരേഷ്, മേഖലാ ഇൻചാർജും COA ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ ജോർജ് ലിയോ, കേരള വിഷൻ MD T ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PM നാസർ, VP ബിജു, മേഖലാ ജോയിന്റ് സെക്രട്ടറി MJ ആന്റണി, മേഖലാ എക്സിക്യൂട്ടീവ് അംഗം PV രവി എന്നിവർ സംസാരിച്ചു. വികസിത ഭാരത് സങ്കൽപ് യാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വികസിത ഭാരത് സങ്കൽപ് യാത്ര പര്യടനം നടത്തുന്നത്. അവണിശ്ശേരി, ചേർപ്പ്, പാറളം, വല്ലച്ചിറ പഞ്ചായത്തുകളിലാണ് വികസിത ഭാരത് സങ്കൽപ് യാത്ര പര്യടനം നടത്തിയത്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി, ജില്ലാ ലീഡ് ബാങ്ക്, നബാർഡ്, ICAR, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, റബ്ബർ ബോർഡ്, ഫാക്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ആത്മ, ഭാരത് ഗ്യാസ് തുടങ്ങിയവയുമായി സഹകരിച്ചാണ് യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. അവണിശ്ശേരി പഞ്ചായത്തിലെ ആനക്കല്ല് സെന്ററിലും, ചേർപ്പ് പഞ്ചായത്തിലെ CNN സ്കൂൾ ഗ്രൗണ്ടിലും, പാറളം പഞ്ചായത്തിലെ കോടന്നൂർ സെന്ററിലും, വല്ലച്ചിറ പഞ്ചായത്തിലെ ആറാട്ടുപുഴ സർവീസ് സഹകരണ ബാങ്കിന് സമീപവും യാത്രയ്ക്ക് സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് ചോദിച്ചറിയാനും അവസരമൊരുക്കിയിരുന്നു. അവണിശ്ശേരി പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ വിനീഷ് വിൽസൺ, CFL കോർഡിനേറ്റർ ദിവ്യ, സതീശൻ, നിഖിൽ, മഞ്ജു, സജി C ജോൺ, ഫാത്തിമ, ജിനി, കാനറ ബാങ്ക് മാനേജർ ആതിര സോമൻ എന്നിവർ സംസാരിച്ചു. വിവിധ പദ്ധതികളുടെ വായ്പാ വിതരണവും നടന്നു. ഇന്ന് PMNRF ഉണ്ട്, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്. വലിയ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് ഇന്ന് 20 രൂപയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഉണ്ട്. ഒരു അപകട മരണം ഉണ്ടായാൽ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ അവൻ്റെ കുടുംബത്തിന് മുന്നോട്ട് പോകാനൊരു സഹായം എന്നുള്ള നിലയിൽ വെറും 20 രൂപയ്ക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇന്ന് 2 ദിവസം മുന്നേ പ്രധാനമന്ത്രി ഒരു പദ്ധതി അനൗൺസ് ചെയ്തു, സൂര്യോദയ യോജന. സ്വന്തം പുരപ്പുറത്ത് തന്നെ സോളാർ മുഖേന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി 1 കോടി വീടുകളിലേക്ക് എത്താൻ പോവുകയാണ്.
8,000, 10,000, 15,000 കൊടുത്ത് ജൽജീവൻ മിഷൻ കുടിവെള്ള കണക്ഷൻ എടുത്തുന്ന ആളുകൾക്ക് ഇന്ന് സൗജന്യമായി വീട്ടുപടിക്കൽ വെള്ളമെത്തുന്ന സ്ഥിതിയുണ്ടായി. അങ്ങനെ രാജ്യത്തിൻ്റെ സമഗ്ര മേഖലയിലും വലിയൊരു പരിവർത്തനം നടത്തുന്ന കാലഘട്ടത്തിലാണ് ഈ വികസിത സങ്കല്പ യാത്ര അവണിശ്ശേരിയിലെത്തുന്നത്. ഇതിൻ്റെ പരമാവധി പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാവട്ടെ. നേരത്തെ പറഞ്ഞ പോലെ 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാവും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഓങ്കോളജി കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഭൂഗർഭ അറയിലേക്ക് വീണ് ഗുരുതര പരിക്കേറ്റ തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഹെഡ് നഴ്സ് മരണപ്പെട്ടു. പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ദളിത് യുവാവ് തൂങ്ങി മരിച്ച കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട് കോടതി. കുന്നംകുളം പാറയമ്പാടം താഴത്തെ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട ഇലക്ട്രിക് ഓട്ടോറിക്ഷ ബൈക്കിലും സ്കൂട്ടറിലും ഇടിച്ച് അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.